നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു സൈഡ് ഡിഷാണ്. നമ്മൾ തീ കത്തിക്കണില്ല, വേവിക്കണില്ല, വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് സവാളയും തക്കാളിയാണ്. അപ്പോൾ നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് പൊടിയായി അരിഞ്ഞ തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 2 ചെറിയ തക്കാളിയാണ്, അത് നല്ല പൊടിയായിട്ട് അരിഞ്ഞതാണ്. പിന്നെ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഒരു ചെറിയൊരു സവാള, അതും പൊടിയായി അരിഞ്ഞത്, അതും ചേർത്ത് കൊടുക്കാം. ഇത് പലർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കും, അറിയാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് എരിവ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് എത്രയാണോ അങ്ങനെ ചേർക്കാം. ഇനി ഇതൊരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുളക് പൊടി ഉപ്പുമൊക്കെ എല്ലാ ഭാഗത്തും പിടിക്കുന്ന വിധത്തിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാണ്. ചോറിൻ്റെ കൂടെ ഇനിയിപ്പോൾ വേറെ കറികളൊന്നും ഇല്ലെങ്കിലും ഇത് മാത്രമാണെങ്കിലും നമുക്കിത് കൂട്ടി ഊണ് കഴിക്കാൻ പറ്റും. രാവിലെ കറിയൊന്നും ഉണ്ടാക്കാൻ സമയമില്ല വെച്ചാൽ ഇങ്ങനെ ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർക്കുമ്പോഴാണ് ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ്. വേറെ വെജിറ്റബിൾ ഓയിലൊക്കെ ചേർത്താൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ പണ്ടത്തെ അമ്മൂമ്മമാരെ കുറിച്ചൊക്കെ പറയും, അവർ എന്ത് ഉപ്പിട്ട് തിളപ്പിച്ചാലും അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്, അല്ലെങ്കിൽ ഉപ്പും മുളകും ചാലിച്ചാലും ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതേപോലത്തെ ഒരു കറിയാണിത്. വെറുതെ ഇങ്ങനെ ഉണ്ടാക്കിയാലും ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.